പ്രോബിലിറ്റി ആണെന്ന് ചെയ്യുന്നത്. പ്രോബിലിറ്റിയിൽ നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. അവിടെ നമുക്ക് മാർക്സ് ഔട്ട് ഓഫ് 100ൽ മാർക്സ് തന്നിട്ടുണ്ട്. അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. 0 to 20 7 സ്റ്റുഡൻസ് ആണ്. 20 to 30 എന്ന് പറയുന്നത് 10 സ്റ്റുഡൻസ്. 30 to 40 10, 40 to 50 20, 50 to 60 20, 60 to 70 15, 70 above ഉള്ളത് 8 സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഒബ്റ്റെയിൻ ലെസ് ദാൻ 20% ഇൻ മാത്തമാറ്റിക് ടെസ്റ്റ് ആണ്. അപ്പോൾ പ്രോബിലിറ്റി 20% ലെസ് ദാൻ 20%. അപ്പോൾ ലെസ് ദാൻ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 20 to 30% ആണ് 10. അപ്പോൾ ലെസ് ദാൻ 20% എന്ന് പറയുമ്പോൾ ഇവിടെ 7 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 90 ആണ്. അപ്പോൾ നമുക്ക് അവിടെ എഴുതേണ്ടത് പ്രോബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഒബ്റ്റെയിൻ ലെസ് ദാൻ 20%. പ്രോബിലിറ്റി ഓഫ് ലെസ് ദാൻ 20% എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് എത്ര കുട്ടികളുള്ളത്? 9 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണോ അത് എഴുതുക. ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ 90 ആണ്. അപ്പോൾ 7 ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഒബ്റ്റെയിൻ മാർക്സ് 60 ഓർ എബോവ്. അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഒബ്റ്റെയിൻ മാർക്സ് 60 ഓർ എബോവ് എന്ന് പറയുമ്പോൾ 60യും അതിന് എബോവ് ആണ്. 60 എന്ന് പറയുമ്പോൾ ഇവിടെ 15 സ്റ്റുഡൻസ് 60 to 70 ഉണ്ട്. അതിന് എബോവ് വരുമ്പോൾ ഇത് രണ്ടും കൂടി വരും. അപ്പോൾ 15 + 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 23 ആയി. അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി മാർക്സ് 60 ആൻഡ് എബോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് എത്രയാണ്? 23 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 90. അതാണ് അതിൻ്റെ ആൻസർ, 23/90. അടുത്ത ക്വസ്റ്റ്യൻ ടു നോ ദ ഒപ്പീനിയൻ ഓഫ് ദ സ്റ്റുഡൻസ് അബൌട്ട് ദ സബ്ജക്ട് statistics, a survey of 200 students was conducted. The data is recorded in the following table. അവിടെ ഒപ്പീനിയൻ നമുക്ക് തന്നിട്ടുണ്ട് ടേബിളിൻ്റെ. ലൈക്ക് 135 സ്റ്റുഡൻസ്, ഡിസ്ലൈക്ക് എന്ന് പറയുന്നത് 65 സ്റ്റുഡൻസ് ആണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ചൂസൺ അറ്റ് റാൻഡം ലൈക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇഷ്ടപ്പെടുന്നവരുടെ പ്രോബിലിറ്റി, പിന്നെ ഡസ് നോട്ട് ലൈക്ക് ഇറ്റ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇഷ്ടപ്പെടുന്നവർ എത്രയാണ്? 135. അവിടെ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 200 തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി അതായത് ലൈക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ പി ഓഫ് എന്ന് എഴുതിയാലും മതി. പ്രോബിലിറ്റി ഓഫ് എന്താണ് ക്വസ്റ്റ്യൻ? ലൈക്സ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ഈക്വൽ ടു എത്ര പേരാണ് ലൈക്ക് ചെയ്യുന്നത്? 135 ആണ്. എത്ര? ഔട്ട് ഓഫ് 200 സ്റ്റുഡൻസിൽ 135 ലൈക്ക് ചെയ്യുന്നു. അപ്പോൾ ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ ഡിസ്ലൈക്ക് ചെയ്യുന്നത് 65 ഔട്ട് ഓഫ് 200. അപ്പോൾ ടോട്ടൽ നമ്പർ താഴെ എഴുതുക, എത്ര ഉള്ളത് മുകളിൽ എഴുതുക, അത്രേ അതിലുള്ളൂ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ടാക്കാം. 135/200 എന്ന് പറയുമ്പോൾ ഇതിനെ ഷോർട്ടാക്കുമ്പോൾ ഇപ്പോൾ അതായത് 135/200 ആണുള്ളത്. ഇതിനാ ഇപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4 കൊണ്ടാവുമ്പോൾ 5 രണ്ടിൽ കോമൺ ആയിട്ടുണ്ടാവും. കാരണം 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് എല്ലാം നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 135നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ഇവിടെ 2 ടൈംസ് 35ൽ 7, അപ്പോൾ 27 വന്നു. 27 അതുപോലെ ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരിക? 40. അപ്പോൾ 27/40 വരും. അതുപോലെ ഷോർട്ടാക്കി എഴുതുക. ഇവിടെ അതുപോലെ 65/200 എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 15ൽ 3 13 ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40. അപ്പോൾ 13/40യും 27/40യും ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ഓഫ് 40 ഫീമെയിൽ എഞ്ചിനീയേഴ്സ് ഫ്രം ദെയർ റെസിഡൻസ് ടു ദെയർ പ്ലേസ് ഓഫ് വർക്ക് വെർ ഫൗണ്ട് as follows. അവിടെ നമുക്ക് തന്നിട്ടുണ്ട് വാട്ട് ഈസ് ദ എംപിരിക്കൽ പ്രോബിലിറ്റി ദാറ്റ് എൻ എഞ്ചിനീയർ ലിവ്സ് ലെസ് ദാൻ 7 കിലോമീറ്റർ ഫ്രം ഹെർ പ്ലേസ് ഓഫ് വർക്ക് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് മോർ ദാൻ ഓർ ഈക്വൽ ടു 7 കിലോമീറ്റർ ഫ്രം ഹെർ പ്ലേസ് ഓഫ് വർക്ക് വിത്തിൻ ½ കിലോമീറ്റർ ഫ്രം ഹെർ പ്ലേസ് ഓഫ് വർക്ക്. അപ്പോൾ ആദ്യത്തത് നമുക്ക് കാണേണ്ട ടോട്ടൽ നമ്പർ 40 എന്ന് തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ദാറ്റ് എൻ എഞ്ചിനീയർ ലിവ്സ് ലെസ് ദാൻ 7 കിലോമീറ്റർ ഫ്രം ഹെർ പ്ലേസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഇവിടെ
നമുക്ക് നോക്കാം. <7 കിലോമീറ്റർ, ഇത് കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത് ഇത്ര എഞ്ചിനീയേഴ്സിൻ്റെത്. അപ്പോൾ ഇവിടെ <7 കിലോമീറ്റർ വരുന്നത് 1 2 ഇവിടെ ഇതിൽ പിന്നെ 3 4 5 6 7 8 9. അപ്പോൾ 9 ആണ് വരുന്നത്. 9 എത്രയാണ് ടോട്ടൽ എഞ്ചിനീയേഴ്സ് 40. അപ്പം 9/40 വരും. അടുത്തത് നമുക്ക് കാണേണ്ടത് മോർ ദാൻ ഓർ ഈക്വൽ ടു 7 കിലോമീറ്റർ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ 7 കിലോമീറ്ററും അതിലും കൂടുതലുള്ള ഇതിൽ നിന്ന് എണ്ണീറ്റ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾക്ക് ഒരു ഫോർമുല അറിയാം. P(E) + P(E) എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് P(E) 9/40 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ P(E) എന്ന് പറയുന്നത് എങ്ങനെ കാണാം, 1 - 9/40 ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് എണ്ണുക, 7ഉം 7 കിലോമീറ്റർ കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 7ൽ കുറവുള്ളത് 9 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ 40 - 9/40 അത് തന്നെയാണ് വരിക, 31/40. 9 എഞ്ചിനീയേഴ്സ് ആണ് 7 കിലോമീറ്ററിൽ കുറവുള്ളത്. അപ്പോൾ 7ഉം 7ൽ കൂടുതലും വരുന്നത് എത്രയായിരിക്കും, 40 എഞ്ചിനീയേഴ്സും ഉണ്ട്. അപ്പോൾ 40 നിന്ന് 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 31/40. ഇനി ഹാഫ് കിലോമീറ്ററിൽ അവിടെ ഒരു എഞ്ചിനീയേഴ്സും ഇല്ല. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അടുത്തത് നമുക്ക് ഹാഫ് കിലോമീറ്ററിൻ്റെ അത് വരുന്നത് പ്രോബിലിറ്റി 0. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 11 bags of wheat flour each marked 5 kg actually contain the following weights of flour. അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ find the probability that any of these bags chosen at random contains more than 5 kg of flour. അപ്പോൾ മോർ ദാൻ 5 kg വരുന്നത് എത്രയുണ്ട് എന്നാണ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ് എത്രയാണ്, 1 2 3 4 5 6 7 8 9 10 11 ബാഗ്സ് ഉണ്ട്. അതിൽ 5 kg-നേക്കാളും കൂടുതൽ വരുന്നത് 1 2 3 4 5 6 7. അപ്പോൾ പ്രോബിലിറ്റി മോർ ദാൻ 5 kg എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് വരുന്നത്, 7 ടോട്ടൽ നമ്പർ എത്രയാണ് എഴുതുക, 11. അപ്പോൾ 7/11 ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്റ്റഡി വാസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഇൻ ദ എയർ ഇൻ പാർട്സ് പെർ മില്യൺ ഓഫ് എ സർട്ടൻ സിറ്റി. ദ ഡാറ്റ ഒബ്റ്റെയിൻ ഫോർ 30 days ഈസ് എസ് ഫോളോസ്. നമുക്ക് അവിടെ 30 daysന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് യു വെർ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം റിഗാർഡിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഇൻ ദ എയർ ഇൻ പാർട്സ് പെർ മില്യൺ ഓഫ് എ സർട്ടൻ സിറ്റി ഫോർ 30 days. Using this table, find the probability of the concentration of sulfur dioxide in the interval 0.12 to 0.16 on any of these days. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് 30 ആണ്. അപ്പോൾ ഇതിൽ എത്ര വരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ എഴുതുക. ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു 30 ഡേയ്സിൻ്റെ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ കാണേണ്ടത്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ക്ലാസ് ഇൻ്റർവെൽ. ഏത് ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയാണ്, 0.12 to 0.16. ഇതിൻ്റെ പ്രോബിലിറ്റി നമുക്ക് എത്രയാണ് വരുന്നത്, 2. അപ്പോൾ 2/30. 2/30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/15. ഇത് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ ആ ടേബിൾ നോക്കിയിട്ട് ഇതുപോലെ ഈ 0 to 0.04 എത്രയുണ്ട് നോക്കുക. അങ്ങനെ നമ്മൾ ടേബിൾ ആക്കുക. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ചെയ്തതുപോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 30 ആണെന്നറിയാം. ഈ ക്ലാസ് ഇൻ്റർവെല്ലിൽ എത്ര വരുന്നുണ്ട്, അതായത് ആ ഒരു ഇതിനുള്ളിൽ വരുന്നത് നമ്മൾ ഫ്രീക്വൻസി എഴുതിയില്ല, അതിനനുസരിച്ച് എഴുതുക. അപ്പോൾ 2/30 എന്ന് പറയുന്നത് 1/15 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ബ്ലഡ് ഗ്രൂപ്പ്സ് ഓഫ് 30 students of class 8 are recorded. നമുക്ക് തന്നിട്ടുണ്ട്. Represent this data in the form of frequency distribution table. Find out which is the most common and which is the rarest blood group among these students. അപ്പം മോസ്റ്റ് കോമൺ റയറസ്റ്റ് ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കാണുകയാണെങ്കിൽ അതിൽ നിന്ന് ഏതാണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ബ്ലഡ് ഗ്രൂപ്പ് ടാലി മാർക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ABO അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ A എത്രയുണ്ട് നമ്മൾ ഇതിൽ നിന്ന് എണ്ണീറ്റ് കണ്ടുപിടിക്കുക. 1 2 3 4 5 6 7 8 9. അപ്പോൾ അതിൽ എഴുതി. അതിനുശേഷം B എത്രയാണെന്നുള്ളത് 1 2 3 4 5
6. അപ്പോൾ 6 ആണ് ബി വരുന്നത്. അതുപോലെ നമ്മൾ കണ്ടുപിടിക്കുക എ ബി എത്രയാണ്? എ ബി 1 2 3. എ ബി 3 ആണ് വരുന്നത്. ഒ എന്ന് പറയുന്നത് എ ബി 3. ഒ എന്ന് പറയുന്നത് 12 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് 2 3 4 5 12. അപ്പോൾ ഒ എന്നുള്ളത് 1 2 3 4 5 6 7 8 9 10 11 12 12. അങ്ങനെ മൊത്തം 30 സ്റ്റുഡൻസിൻ്റെയാണ് തന്നിട്ടുള്ളത്. റേറസ്റ്റ് ഗ്രൂപ്പ് ഏതാണ് ഇതിൽ? എ ബി. എ ബി എത്രയാണ് വരുന്നത്? 3. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് റേറസ്റ്റ് ഗ്രൂപ്പ് എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 3 ടോട്ടൽ എന്ന് പറയുന്നത് 30. മോസ്റ്റ് കോമൺ ഏതാണ്? ഏറ്റവും കൂടുതൽ ഏതാ ഇതിൽ വരുന്നത്? ഒ. അപ്പോൾ അത് 12/30. അപ്പം അങ്ങനെ എഴുതുകയാണ് വേണ്ടത്. ഇതിന് 2 ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.